ഇത് കുറേ ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ. ഇന്ന് മക്കൾ സ്കൂളൊക്കെ വിട്ട് വന്ന സമയത്ത് ഞാൻ വിചാരിച്ചു പഴംപൊരി ഉണ്ടാക്കാമെന്ന്. കാരണം കുറേ പഴം ഇരിക്കുന്നുണ്ടായിരുന്നു. പഴം പുഴുങ്ങി കഴിക്കലും പിന്നെ അതുപോലെ വെറുതെ കഴിക്കലൊക്കെ ഇവിടെ വളരെ കുറവാണ് കേട്ടോ. അതുകൊണ്ട് പഴംപൊരി ഉണ്ടാക്കി കഴിഞ്ഞാൽ അവർ കഴിച്ചു. നമ്മളവിടെ കൂടുതലായിട്ട് നമ്മൾ ഈവനിങ് അങ്ങനെ ചായയും കടി അതങ്ങനെ ഒരു നിർബന്ധമുള്ള ഒരു കാര്യമൊന്നുമല്ല. കൂടുതൽ ദിവസവും മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ ചോറ് തന്നെയാണ് കേട്ടോ കഴിക്കാറുള്ളത്. അവർ ചായ വേണമെന്നോ സ്നാക്സ് വേണമെന്നോ ഒന്നും ചോദിക്കാറില്ല. ഇപ്പോൾ നൂഡിൽസൊക്കെ വീട്ടിൽ കണ്ടിട്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ പറയും കേട്ടോ, വരുമ്പോഴത്തേക്ക് നൂഡിൽസൊക്കെ ഉണ്ടാക്കി വെക്കുമെന്ന്. അങ്ങനെ പറയാമെന്നല്ലാതെ അവർ വരുമ്പോഴത്തേക്കും സ്നാക്സ് വേണം എന്നൊരു നിർബന്ധമൊന്നുമില്ല കേട്ടോ. കൂടുതൽ പേരൻസ് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, സ്കൂൾ വിട്ടെന്ന് അവർ ചോറ് കഴിക്കൂല, സ്നാക്സ് എന്തായാലും വേണം. പക്ഷേ ഉണ്ടല്ലോ, നമ്മുടെ മക്കൾ ജനിച്ച് വരുമ്പോൾ ഒരിക്കലും അവരൊരു ശീലങ്ങളും ശീലിച്ചിട്ടല്ല വരുന്നത്. അവരുടെ ഓരോ ശീലങ്ങളും നമ്മൾ പേരൻസ് ശീലിപ്പിച്ചെടുക്കുന്നത്. ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ നമ്മുടെ മക്കൾ ശീലിപ്പിക്കുന്നത് അതന്നെ ആയിരിക്കും വലുതായാലും അവർ. ചെറുപ്പത്തിലേ ചിക്കനും മീൻ ബീഫ് ഇതൊക്കെ കൊടുത്തൊരു കുട്ടിയുണ്ട് എൻ്റെ ഫൈസി കുട്ടി. അതുകൊണ്ട് തന്നെ ഇപ്പോഴും അവന് പച്ചക്കറിയോട് ഇഷ്ടമില്ല. അപ്പോൾ ആ ഒരു ഇഷ്ടം തന്നെയാണ്, അതായത് നോൺ വെജിനോടാണ് ആൾക്ക് താല്പര്യം. ആദ്യം ഒരു പേരൻ്റ് ആയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ ചെറുപ്പത്തിലെ മക്കൾക്ക് പച്ചക്കറിയൊക്കെ കൊടുത്ത് ശീലിക്കണമായിരുന്നു എന്ന്. അതുകൊണ്ട് തന്നെ എൻ്റെ ചെറിയ മോൾക്ക് ഞാൻ ചെറുപ്പത്തിലെ പച്ചക്കറിയും ചെറുപയർ അതൊക്കെ കൊടുക്കുമായിരുന്നു. അതുകൊണ്ട് തന്നെ ആൾക്കത് ഇപ്പോഴും ഇഷ്ടമാണ് കേട്ടോ. നമ്മളിതൊക്കെ ചെയ്തു കൊടുത്തിട്ട് പിന്നെ ലാസ്റ്റ് നമ്മളെ മക്കളെ കുറ്റം പറയും, അവനതൊന്നും കഴിക്കില്ല അല്ലെങ്കിൽ ഇവളതൊന്നും കഴിക്കില്ല എന്നുള്ളത്. ശരിക്കും തെറ്റ് നമ്മളെ ഭാഗത്ത് തന്നെയല്ലേ. നമ്മൾ പറഞ്ഞ് ചായയും പഴംപൊരിയൊക്കെ ഉണ്ടാക്കി ടെറസിൻ്റെ മേലെ പോയിട്ടാണ് കേട്ടോ കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇപ്പം ഒന്നും വെയിലൊന്നും ഉണ്ടായിരുന്നില്ല, ചെറിയ കാറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. കുറച്ച് ചായ കുടിച്ച് പഴംപൊരിയൊക്കെ വേഗം തിന്ന് അവർ കളിക്കാൻ പോയി. കാരണം കൂട്ടുകാരൊക്കെ താഴെ വന്ന് കാത്തിക്കുണ്ടായിരുന്നു. അങ്ങനെ അവരൊക്കെ പോയി. പിന്നെ ബാക്കി ചായ ഞാനും കുടിച്ചിട്ട് പാത്രങ്ങളും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ നേരെ താഴത്തേക്ക് പോയി കേട്ടോ.